സമരക്കാരുടെ പഴയ കേസുകൾ കുത്തിപ്പൊക്കി ഡൽഹി പോലീസിന്റെ പ്രതികാര നീക്കം. മുൻപ് നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിലെത്തി പോലീസ്. എന്നാൽ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പോലീസിന്റെ നീക്കം തടയുകയായിരുന്നു. CPI ദേശീയ നേതൃത്വം ഓഫീസിലെത്തി CPMന് പിന്തുണ പ്രഖ്യാപിച്ചു. SFI നേതാവ് ആദർശം സജിയെ ഫോണിൽ വിളിച്ച് CJP നേതാക്കളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे बार्जिन करने के लिए आपको किसने दिया आपको इतना की कीमत? 2021 ഡൽഹിയിലെ ബംഗ്ലാ ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിലേക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസിലെ 3 ഉദ്യോഗസ്ഥർ CPMന്റെ ആസ്ഥാന മന്ദിരമായ AKG ഭവനിലേക്ക് എത്തിയത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും 2 പുരുഷ ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. I am asking a straight question to you. You are part of the Delhi police? Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Yes. I would request you to go back, have your uniform, come with your badge. Okay. എന്തൊരു ധിക്കാരാണ് നോക്ക്. ഇപ്പൊ യൂണിഫോം ഇല്ല, അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്ന് അവർ മഴ ആയതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. AKG ഭവനിൽ വന്നിട്ട് മോഡിയുടെയും അമിത്ഷായുടെയും പോലീസ് കാണിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുത്തും ഈ പോലീസ് രാജിനെതിരായിട്ട് ഉറച്ച പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. 30-ാം തീയതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് 2 ദിവസം മുൻപ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റിനുള്ള നടപടി ഉണ്ടാകുന്നത്. കൃത്യമായ നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിട്ടില്ല എന്നാണ് SFI പറയുന്നത്. അതായത് വാറന്റ് പുറപ്പെടുവിക്കും മുൻപ് നൽകേണ്ടുന്ന സമൻസ് ഐഷി ഘോഷിന് കൈമാറിയിട്ടില്ല. അത് ആ മേൽവിലാസത്തിലെ പിശക് എന്നോ മറ്റോ കാരണം പറഞ്ഞ് ടെലിഫോൺ വഴിയാണ് അറിയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ്. ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ആ രാഷ്ട്രീയ സമ്മർദ്ദത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും. CPM ആസ്ഥാനത്തേക്ക് പോലീസ് ഇരച്ചെത്തിയ നടപടി അറിഞ്ഞ് CPI നേതൃത്വവും ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിലെത്തി. We condemn this police action and the Modi government should not dig up the old cases and intimidate the activists like this. ഈ അമിത്ഷായും നരേന്ദ്രമോദിയും വീണ്ടും ഇങ്ങനെ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നത് തുടർന്ന് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഭയപ്പെടുത്താമെന്നുള്ള ഒരു ധാരണയാണ് എങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പറയാനുള്ളത്. ഐഷി ഘോഷിനെതിരായ പോലീസ് നടപടി പാർലമെന്റിനകത്തും കോടതിക്കകത്തും ചോദ്യം ചെയ്യാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.